ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലെത്തി സംവിധാന സഹായിയായിട്ടും മറ്റും ശ്രദ്ധേയനായി മാറിയ താരമാണ് കുഞ്ഞു മുഹമ്മദ്. പുതിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കുഞ്ഞു മുഹമ്മദിന്റെ മരണവാർത്ത എത്തിയത്. ഷൂട്ടിങ്ങിനിടെ കുഴഞ്ഞു വീണ കുഞ്ഞു മുഹമ്മദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഞാൻ പ്രകാശൻ. സിനിമയിൽ കുഞ്ഞു മുഹമ്മദും ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഞാൻ പ്രകാശിന്റെ ലൊക്കേഷനിൽ നിന്നുമായിരുന്നു താരം കുഴഞ്ഞു വീണത്. ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകിട്ട് 5:55 മരണം സംഭവിക്കുകയായിരുന്നു. സിനിമാ രംഗത്തെ പ്രമുഖർ ആശുപത്രിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ അനുശോചനം രേഖപ്പെടുത്തി. ഇണപ്രാവുകൾ എന്ന സിനിമയിലൂടെയായിരുന്നു പ്രൊഡക്ഷൻ ബോയുടെ വേഷത്തിൽ കുഞ്ഞു മുഹമ്മദ് സിനിമയിലേക്ക് എത്തുന്നത്. ശേഷം 100-ലധികം സിനിമകളിൽ അഭിനയിച്ച താരം കമൽ സംവിധാനം ചെയ്ത പ്രാദേശിക വാർത്തകളിൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചിരുന്നു. കമലുമായിട്ടുള്ള ബന്ധമായിരുന്നു കുഞ്ഞു മുഹമ്മദിനെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാക്കിയത്. ചെറുപ്പം മുതൽ കലയെ സ്നേഹിച്ചിരുന്ന കുഞ്ഞു മുഹമ്മദ് നിരവധി നാടകങ്ങളിൽ ഹാസ്യ കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ട്. തുടർന്ന് മദിരാശിയിലെത്തുകയും സിനിമാ പ്രവർത്തകർക്കിടയിൽ സഹായിയായി കൂടുകയും ചെയ്യുകയായിരുന്നു. സംവിധായകൻ കമലിന്റെ ഒട്ടുമിക്ക സിനിമകളിലും കുഞ്ഞു മുഹമ്മദിന് വേണ്ടിയൊരു വേഷമുണ്ടായിരിക്കും. കമലിന്റെ ശിഷ്യന്മാരായ ലാൽ ജോസ്, ആഷിഖ് അബു, അക്കു അക്ബർ, സുഗീത് എന്നിവരുടെ സിനിമകളിലും കുഞ്ഞു മുഹമ്മദ് അഭിനയിച്ചിരുന്നു. വേഷം ചെറുതാണെങ്കിലും കുഞ്ഞു മുഹമ്മദ് മലയാളികളുടെ മനസ്സിലേക്ക് കയറിയിരുന്നു. ഫേസ്ബുക്കിലൂടെയും മറ്റുമായി കുഞ്ഞു മുഹമ്മദിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. കുഞ്ഞു മുഹമ്മദിന് പബ്ലിക് കേരളയുടെ ആദരാഞ്ജലികൾ.